അതാണോ? അപ്പൊ ഓട്ടോയ്ക്ക് പറയുന്ന സ്കൈ ഷോട്ട് എടുത്തു. ഞങ്ങൾക്ക് ഇത്തിരി സൗണ്ട് ഉള്ളതൊന്നും വേണ്ട, അവിടെ നിൽക്കാൻ പറ്റില്ല. ഈ സാധനം ഇതോ എന്താണ് അഭിപ്രായം? എടാ നമ്മുടെ വാണം ഇതിന്റെ വാണം അല്ല, ഇത് ഇതല്ലേ, ഇത് കമ്പറ്റിറ്റീവ് അല്ലേ? വാണം എടാ, വാണം എടാ, അവന്റെ കടയിൽ ഞാൻ കത്തിക്കും. ഇവിടെ വാണം ഇല്ലേ? മര്യാദക്ക് അയ്യോ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇവിടെ ഒരുത്ത പറയടാ പരിചയമുള്ള കടയാ, പ്രശ്നമുണ്ട് എനിക്ക് പറഞ്ഞില്ലേ? വാണം മേടിച്ച സ്ഥിതിക്ക് ഞാൻ വിടാം. ഓ എന്നാ ജെറ്റ്. ഓ ചക്കായിടോ. അയ്യോ, കാരണം വാണം ഇരിക്കൊണ്ട് ചെറുതുണ്ട്, വലുതുണ്ട്, പിന്നെ വെടാ വലുതുണ്ട്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ, ഇവിടെ നിൽക്ക ഇൻട്രോയിൽ നിൽക്ക. എല്ലാവർക്കും നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് എന്തൊരു സ്പെഷ്യൽ വ്ളോഗ് ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല, കാരണം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വന്നപ്പം ഭയങ്കര തലവേദന. എന്താ നല്ലതുണ്ടോ, നെറ്റി മൊത്തം ബാമൊക്കെ തേച്ച് ഫുൾ സെറ്റ്. പക്ഷേ നമ്മൾ പടക്കവും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇവിടെ വണ്ടിയിൽ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ ഒന്ന് ഉറങ്ങി നമ്മൾ 12 മണിക്ക് എണീക്കും, 12 മണിക്ക് ഇത് കൂട്ട് പൊട്ടിക്കും. ഏത് മറ്റേത് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ സാധനവും ഇവിടെ റെഡിയാക്കി ഞങ്ങൾ പൊട്ടിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്ന, പക്ഷേ തലവേദന എന്നെ ചതിച്ചു ഗൈസ്. ഈ തലവേദനയാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. അപ്പം നമ്മൾ പ്ലാൻ ഡ്രോപ്പൊന്നും ചെയ്തിട്ടില്ല അല്ലേ? നമ്മള് പ്ലാൻ ഡ്രോപ്പൊന്നും ചെയ്തിട്ടില്ല. ഇവര് തലവേദനയാണ് നമ്മക്കിതൊക്കെയാണ്. പക്ഷേ ഞാൻ വിചാരിച്ചാൽ ഇപ്പോഴേ നമ്മൾ അടിച്ചടിച്ച് നിന്ന 12 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ആവും. അപ്പൊ നിങ്ങൾ ഇതിന്റെ പർച്ചേസിങ് വീഡിയോ ഒക്കെ കണ്ടല്ലോ അല്ലേ? അപ്പം അന്നേരം ഓഫ് ആവുന്നുണ്ട്. ഞാൻ ബുദ്ധിപൂർവ്വം ഇപ്പൊ കിടന്നുറങ്ങിയിട്ട് 12 മണിക്ക് എണീറ്റൊക്കെ പൊട്ടിക്കാനാ പ്ലാൻ. ചേച്ചിയുടെ പേരെന്താ? പൂത്തിരി ചേച്ചി. വേണ്ട, ഇതേ കയ്യെ ഇപ്പൊ മണോ. അപ്പം നമ്മുടെ കയ്യില് വെട്ടിക്കെട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇപ്പൊ ചന്ദനത്തിന് നമ്മൾ മേടിച്ചോണ്ട് ഇത് എല്ലാ സാധന സംവിധാനവും ഉണ്ട്. പക്ഷെ ഒന്ന് പൊട്ടിച്ച് കിട്ടിയാ. ഞങ്ങളെ ഗസ്റ്റ് ചതിച്ചു, പുള്ളിനെ വീട്ടിൽ നിന്ന് വിട്ടില്ല. ദുരന്ത വാർത്തയായി ഇപ്പൊ ഇതൊക്കെ. ഇതൊക്കെ വായിലിട്ട് പൊട്ടിക്കായിരുന്നു. നമുക്ക് കണ്ടു ചിരിക്കാനൊരു കോമഡി പീസ് ഉണ്ടായിരുന്നു. ഓടുന്ന വഴി പറയുന്ന. പിന്നെ ഇതുകൊണ്ടാണ് നമ്മളെ പൊട്ടാസിരിപ്പുണ്ട്, അതിനായിരിക്കും നമ്മുടെ തുടക്കം. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇച്ചിരി തലവേദനയുണ്ട്. അപ്പം അതുകൊണ്ട് നാളെ ചിലപ്പോൾ 1-ാം തീയതി ഒരു വ്ളോഗിന്റെ കാര്യം ഞാൻ പറഞ്ഞതിൽ ചിലപ്പോൾ കുറച്ച് മാറ്റം ഉണ്ടാവും. 1-ാം തീയതി എന്തായാലും ഒരു വ്ളോഗ് വന്നിരിക്കും, എന്തെങ്കിലും ഒരു വ്ളോഗ് വന്നിരിക്കും. അത് എൻ്റെ വാക്കാണ്. അത് ഈ വ്ളോഗ് ആക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അത് സ്കൈ ഷോട്ടിന്റെ ചെറുതുങ്ങാണ്ട. അതൊന്നും വലിച്ചു പറിക്കല്ലേ, കയ്യെ വെടിമരുന്നാവും, കയ്യിരുന്ന് പൊട്ടും. എന്നിട്ട് അതുകൊണ്ട് ഈ വ്ളോഗ് വന്നിരിക്കും. നാളെ എടുക്കാൻ വെച്ചിരുന്ന വ്ളോഗ് നാളെ തന്നെ ഇടുന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അതിൽ ചെറിയൊരു തിരുത്തുണ്ട്, കാരണം നാളെ രാവിലെ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇട്ടിരിക്കും. അതായിരിക്കും ആദ്യം വരുന്നത്. കാരണം നാളെ വൈകിട്ട് ഞാൻ എറണാകുളം പോകണം. അപ്പം നാളെ രാവിലെ ആയിട്ട് അത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് കുറച്ച് 5-6 ദിവസമായിട്ട് ഉറക്കമില്ല. അപ്പം ഇന്ന് വേണമെന്ന് ഉറങ്ങാൻ, ന്യൂ ഇയർ കഴിഞ്ഞിട്ട് വേണമെന്ന് ഉറങ്ങാൻ. അപ്പം ഈ സാധനമൊക്കെ പൊട്ടിച്ച് തെറിപ്പിച്ച് കളഞ്ഞിട്ട് നാളെ രാവിലെ ആ വ്ളോഗ് കൂടി എടുത്ത് ഇട്ടിട്ട് രാവിലെ പൊങ്ങിയ അതുകൊണ്ട് എനിക്ക് നാളെ രാവിലെ ഞാനൊരു കിടിലൻ സംഭവം സെറ്റ് ചെയ്തതായിരുന്നു. പക്ഷേ അത് നമുക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് തൽക്കാലം ഇപ്പൊ ഈ പടക്കം പൊട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം നാളെ വൈകിട്ട് ഞാൻ എറണാകുളം പോയേ പറ്റൂ. അപ്പൊ എന്തായാലും നാളെ രാവിലെ അതും ഇതുമായിട്ട് ഇറങ്ങിയ തലവേദന മാറിയില്ല, പനിയും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മൾ പെടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇതും കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് നാളെ വൈകുന്നേരം പോകണം. നാളെ നൈറ്റ് അവിടെ എത്തണം. അപ്പൊ അതുകൊണ്ട്
ലാക്ക് ഓഫ് സംതിങ് ലൈക്ക്. ഞാൻ വലിയ അതുകൊണ്ട് ഇംഗ്ലീഷൊന്നും പറയില്ല. അതുകൊണ്ട് ഇത് കിട്ടില്ല സാധനമാണ്. ഇത് വലിയ പൂത്തിരി കൈസ്. ഇതാ ചേട്ടൻ പറഞ്ഞ ഇത്തവണത്തെ ഏറ്റവും സ്പെഷ്യൽ സാധനങ്ങളിൽ ഒന്നാണ്. ശിവകാശി പ്രകടനം ശിവകാശിയോ? ശിവകാശി. ഓ ശിവകാശി. ഈ സാധനം ഇതാണ് എനിക്ക് എക്സൈറ്റ്മെന്റ്. ഇത് പൊട്ടിക്കാനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇത് പറക്കും എന്നാ പറഞ്ഞത്. ഇത് അവിടെ വണ്ടി മേടിച്ചായിരുന്നോ? മറ്റേ വണ്ടിയില്ല, ഓട്ടോ ഉണ്ട്. ഓട്ടോക്കാർക്ക് പൊട്ടിക്കാൻ മേടിച്ചായിരുന്നോ? ഓട്ടോ അല്ല, ഇത് വാണമാ. ഓട്ടോ വേണം. അല്ലല്ലോ, അയ്യോ ഞാൻ അങ്ങനൊന്നും പറഞ്ഞല്ലോ. ഇതെന്നെ ഇതൊക്കെ മേടിച്ചായിരുന്നു. എടാ ചക്രം ഗ്രൗണ്ട് ചക്രം. എടാ നമ്മുടെ വാണം എന്ത് ചെയ്യും? വാണം ഇത് പറഞ്ഞ പോലെ ഇതല്ലേ വാണം? അല്ല ഇതല്ലേ, ഇത് കമ്പിത്തിരിയല്ലേ? വാണം എന്ത് ചെയ്യും? എടാ വാണം എടാ അവന്റെ കടയിൽ ഞാൻ കത്തിക്കും. ഇവിടെ വാണം ഇല്ലേ? അങ്ങനെ നമ്മള് കുറ്റമൊന്നും പറയുന്നില്ല ആരും. ചെറിയൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ മേടിച്ച വാണത്തിലൊരു വാണം കാണാനില്ല. ഞങ്ങൾ 2 വലിയ പാക്കറ്റ് വാണം മേടിച്ചതാ. ഇന്ന് കട കത്തിക്കുമല്ലോ. ഞങ്ങളെ ഒന്നും പറയാനില്ല. ഓൾറെഡി ഞാൻ തലവേദനയും വ്ളോഗൊന്നും എടുക്കുന്നില്ല എന്ന് വെച്ച്, വ്ളോഗല്ല, പടക്കംപൊട്ടിയിലെ വേണ്ട 9 മണിക്ക് കയറി കിടക്കാന്ന് ഓർത്ത് വന്നതാ. സമ്മതിക്കില്ല. എന്തൊക്കെ കേസാന്ന് തന്നില്ല. ഒന്നാമത്തെ കേസ് എൻ്റെ വീഡിയോ ഇരിപ്പുണ്ട്. നമ്മൾ വ്ളോഗിന് വേണ്ടി എടുത്ത വീഡിയോ കിടപ്പുണ്ട്. പിന്നെ ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ വെച്ചാല് നമ്മുടെ സാധനം ഒരു സാധനം പോലും നമ്മൾ പൊട്ടിച്ചിട്ടില്ല. ആകെ ഞാൻ വീട്ടിൽ കുറച്ച് എടുത്ത് കൊടുത്തേ ഉള്ളൂ. അതേതൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് കറക്റ്റ് എനിക്കറിയാം. അപ്പൊ അത് മാത്രം കുറച്ച് നോക്കിയിട്ട് പ്രൈസ് കറക്റ്റ് ആണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. എങ്കിലും തെറ്റവരുടെ ഭാഗത്ത് തന്നെയാ. നമ്മൾ സാധനം എടുത്തോളാൻ പറഞ്ഞതാ. നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവര് പറഞ്ഞതിന് പേയ്മെന്റും കൊടുത്താ. ഇത് കൂട്ടി നോക്കുമ്പോൾ അത്ര എമൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ മതി. പറഞ്ഞിട്ട് ഓക്കെ ബൈ ഗൈസ്. നമുക്കേ ബാക്കി ഞാൻ വരുന്ന വഴിക്ക് ഇതിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് തന്നിരിക്കും. ഹൈ ഗൈസ്, ഞങ്ങള് ഒരു വലിയ പ്രശ്നം. കൊച്ചന്മാര് ഒരു കുഴപ്പമില്ല, എല്ലാ വാണവും കിട്ടിയിട്ടുണ്ട്. വാണത്തിന് വാണമുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹൈ ഗൈസ്, ഞങ്ങളൊരു വാണപ്രശ്നമായിട്ട് പോയതായിരുന്നു. കുഴപ്പമില്ല, വാണക്കേസ് കുഴപ്പമില്ല. ഞാൻ അങ്ങോട്ട് പോയപ്പോ എന്റെ മൈൻഡ് അത്ര ശരിയല്ല. ഒന്നാമത്തെ കേസ് എനിക്ക് തലവേദന എടുത്ത് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ഇവ ഓരോ കേസ്. ഞാൻ അവിടെ കിടക്കാൻ വന്നാ നിങ്ങളോട് ആ ബ്ലോഗിൽ ഞാൻ പറഞ്ഞല്ലേ. അപ്പോഴാണ് നമ്മള് മേടിച്ച സാധനം ഇല്ലാത്ത അതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. നമ്മളെ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് വേറൊരു പുള്ളി വന്ന് അതെടുത്ത് നോക്കി. ആ പുള്ളി അത് കൊണ്ടുപോയതാ തോന്നുന്നത്. അതാ പ്രശ്നം. എന്തേലും ആട്ടെ, നമുക്കറിയാവുന്നതാണ്. പിന്നെ അവിടെ നിന്ന് സ്റ്റാഫ് ആ ഒരു ചേട്ടായി എനിക്ക് പുള്ളി ഭയങ്കര പാവ ആളായി. പക്ഷെ ഞാൻ ഇന്ന് ചെന്നിട്ട് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന പോലെ എനിക്ക് അറിയാണ്ടാ ഞാൻ പോയത്. പക്ഷെ ചെന്ന് കഴിഞ്ഞ് പുള്ളി വന്ന് നോക്കി മര്യാദക്ക് അയ്യോ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇവിടെ ഒരുത്ത പറയടാ പരിചയമുള്ള കടയാ, പ്രശ്നമുണ്ടാ എനിക്ക് പറഞ്ഞില്ലേ. ആ പിന്നെ നീ ആക്ഷൻ കാണിക്കട്ടെ. അപ്പൊ ഇത് ഞാനും പിന്നെ കൂടിപ്പോയപ്പം കാരണം പൈസ സാധനത്തിന് അത് കൂട്ടി നോക്കിയിട്ട് എമൗണ്ട് കറക്റ്റാണ് നമുക്കൊന്നും പറയാനില്ല. പക്ഷെ വേണമെങ്കിൽ വീണ്ടും നമുക്ക് പറയാം. കാരണം നമ്മൾ ഓൾറെഡി എടുത്തോളാൻ പറഞ്ഞിട്ട് ആ പ്രൂഫ് വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ പുള്ളി മര്യാദയ്ക്ക് വന്നു വിത്ത് ബാക്കില് കാട്ടിക്കൊടുത്തേ. ബാക്കില് ഒരു എക്സ്ട്രാ ഒരു വാണം ഫ്രീയും തന്നു, കോമ്പൻസേഷൻ. അത് നമ്മള് എന്താ പറയാ, എനിക്ക് പിന്നെ ഇവിടെ വന്നതാ എനിക്ക് ദേഷ്യം വന്നു ഈ രാത്രിയില്. ഇവനേതാ അല്ല, എനിക്ക് തലവേദന എടുത്ത് ഞാൻ എങ്ങനെയും ഉറങ്ങാന്ന് ഓർത്ത് ഫുഡും കഴിച്ചിട്ട് വന്നപ്പോഴാണ് നിങ്ങളെ ജസ്റ്റ് ഒരു വ്ലോഗ് എടുത്ത് ഇങ്ങനെ കാണിക്കാന്നൊക്കെ ഓർത്തത്. ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതൊക്കെ ഭയങ്കര വെറുതെ 1 മണി 9 മണിക്ക് നമ്മള് വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങിയിട്ട് 12 മണിക്ക് എണീക്കാന്ന് ഓർത്താ. ഇപ്പൊ എന്നെ ചെയ്യാനാ? വാണം മേടിച്ച് സ്ഥിതിക്ക് ഞാൻ വിടാം. എന്നാ ജെറ്റ് ഇവനും ജെറ്റ് വിടും, ഞാനും ജെറ്റ് വിടും. നിങ്ങളെല്ലാരും ന്യൂ ഇയറിന് ഒരു ജെറ്റ് അങ്ങ് വിടും രാവിലെ. അപ്പൊ നമ്മള് വരുവാണം വിട്ടെ. എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു കേസ്, എനിക്ക് സത്യം പറയാലോ. നമുക്ക് വിടുന്നത് വേണോ? അപ്പൊ ഇനി അത് തന്നെ ഇവൻ വേണം വിടുന്നത് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് അതിന്റെ പുറകെ വരും. ചിലപ്പോ ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിൽക്കും. വാണം വീട്ടിലൊക്കെ പിന്നെ ആയിരിക്കും. നമ്മളൊന്ന് പോയി
എനിക്ക് തലവേദനയാണ് ഗൈസ്. ഞാൻ ഇപ്പൊ ഉറങ്ങിയിട്ടേ നാളെ നമുക്ക് എറണാകുളം പോകണം. ന്യൂ ഇയർ അടുത്ത വർഷം വരും. ഇത് പിന്നെ എന്തിനാ? അല്ല ഗൈസ്, ഇതൊക്കെ ഞാൻ സെറ്റ്. പക്ഷെ ഈ തലവേദന വരുന്നു. നാളെ പോകണം എന്നുള്ള കാര്യം ഓൾറെഡി ഫിക്സ്. ലൈറ്റ് അടിക്കുന്നു, ലൈറ്റ് പറയട്ടെ. അപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഈ പ്രശ്നം ഒരു പ്രശ്നമില്ലാണ്ട് നമ്മള് സംസാരിച്ച് തീർത്തു. സംസാരമൊന്നും ഇല്ലായിരുന്നു. എനിക്കൊന്നും പുള്ളിയോടൊന്നും പറയാൻ തോന്നിയില്ല. ഓണറല്ല കേട്ടോ, വേറെ അതൊന്നുമില്ല. പുള്ളിയുടെ മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് മറ്റേ പുള്ളിയായിട്ട് ഇടയ്ക്ക് കയറി വന്ന് പ്രശ്നമാക്കിയത്. കോമ്പൻസേഷനിൽ എന്നെ അങ്ങ് തളർത്തിക്കളഞ്ഞു. എന്തിനാട്ടെ, അത് പ്രശ്നങ്ങളൊക്കെ വിട്ടു. കഴിഞ്ഞ വർഷത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ 2026 ഉപേക്ഷിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും ഉപേക്ഷിക്കുക. വിഷമങ്ങളൊക്കെ ഉള്ളവർ വിട്ടുകളയും. ഞാൻ കുറച്ച് നന്മ തുളുമ്പട്ടെ. അപ്പോൾ ആരോടും നിങ്ങൾ ദേഷ്യമൊന്നും വെച്ച് പെരുമാറരുത്. എന്നോട് എൻ്റെ കാര്യം നീ ചോദിക്കണ്ട, നീ വിട്ടിരുന്നോളാം. ദേഷ്യമുള്ളവരൊക്കെ മറക്കുക. എന്തിനാണ് കഴിച്ച് ദേഷ്യമൊക്കെ? ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക എല്ലാവരും. നീ ഭയങ്കര പെർഫെക്റ്റ് ആണല്ലോ എന്ന് കമന്റ് ചെയ്ത്. അപ്പൊ ഞാൻ പോട്ടെ കഴിച്ച്. ഇങ്ങനെ തലവേദന, ലൈറ്റ് അടിക്കുന്നു. മറ്റേ സംസാരം കൊണ്ട് വാണം താഴെ പോയി. വാണം താഴെ പോയി. താഴെ കിടന്ന വാണം എടുത്ത് ഞങ്ങൾ വിടുന്നതായിരിക്കും. ബൈ ഗൈസ്. ബൈ ഗൈസ്. നമ്മള് തലവേദനയൊന്നും വിഷയമല്ല. 12 മണിക്ക് ഓണായി. നമ്മുടെ ശത്രുക്കൾ ഇതെവിടെ പ്രകം പൊട്ടിക്കുന്നുണ്ട്. നമ്മള് ഇപ്പൊ പൊട്ടിക്കും. പിടിച്ചോ. ഓട്ടോ തന്നെ കത്തിച്ചേക്കാല്ലേ. ശരിയായി. ഇതും ഇതാദ്യം കത്തിക്കാം. ഫസ്റ്റ് സെറ്റപ്പ് വെടിക്കെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത സെക്കൻഡ് കേട്ടോ. ഈ ഒറ്റ പൊട്ടൊക്കെ മറ തീർന്നില്ലട്രാ. നീ വെറൈറ്റി സാധനങ്ങൾ ഇപ്പോൾ വരും. ഈ സാധനം നമുക്ക് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ബാക്കി വെറുകിന്നായിരുന്നു. ഞാൻ അങ്ങോട്ട് ഓടും. നമുക്കിതൊന്നും ഇങ്ങനെ ജസ്റ്റ് പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഷയമില്ല. നമ്മൾ 3rd അറ്റംപ്റ്റിലാണ് ഇപ്പോൾ റെഡിയാക്കാൻ പോണത്. ഇത് കൊള്ളാട്ടാ. എടാ ഇത് കുറേ മേടിച്ചിട്ടുണ്ട്. ഏതായാലും അല്ല കുറേ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് അപ്പോൾ 2026 ആദ്യ വാണം. വാണമൊന്നുമല്ല, എല്ലാം കുറേ കൂട്ടി. നമ്മുടെ ആദ്യത്തെ വാണം. നമ്മൾ ലോഞ്ച് ചെയ്യാൻ ടൈമായിരിക്കുന്നു. സോറി, വാണം എന്ന് ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ഇത് ആരുടെയെങ്കിലും പെരപ്പക്കത്ത് വീണാൽ ഞാൻ ഉത്തരവാദിയല്ല. പിന്നെ ഞാൻ ഉത്തരവാദിയാണല്ലോ. മുട്ടയുടെ വീരടാ അമ്മേ. ഇത് പൊട്ടുന്ന വാണമല്ല. ഇതൊന്നും നെക്സ്റ്റ് പേടിക്കാനൊന്നും. ഇതും തീർന്നു. Hi guys.
ഈ നാട്ടുകാർക്ക് ഇവിടെ വേറെ ആരും വലിയ പടക്കം പൊട്ടിയ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഇത്രയും ഭ്രാന്ത് വേറെ ആൾക്കാരൊക്കെ. പക്ഷേ നോക്കുന്ന പിന്നോ കേരളത്തിലെ മോസ്റ്റ് വാണ്ടഡ് സാധനമായ മോസ്റ്റ് ഐക്കോണിക് സാധനമായ പിടിച്ചെനിക്ക് കുറച്ചുകൂടി ഇതിനെ പൊലിപ്പിക്കാനുണ്ട്. കേരളത്തിലെ അങ്ങോളമുള്ള ഇങ്ങോളമുള്ള എല്ലാ ജനങ്ങളും എന്താ പറയുക യൂസ് ചെയ്ത് പഴങ്കി വേർഡ് കിട്ടുന്നില്ല അതുകൊണ്ടാണ്. എനിക്കിതൊക്കെ അറിയാം. ദ മോസ്റ്റ് വാണ്ടഡ് സാധനം ഓലപ്പടക്കം കൈ. പക്ഷെ ഇത് പൊട്ടിക്കാൻ ഇച്ചിരി പേടിയുണ്ട്. അത് ആദ്യം മാത്രമേ എനിക്ക് ആ പേടിയുള്ളൂ. വെച്ചിട്ട് ഓടും, പിന്നെ നമ്മൾ കയ്യിൽ നിന്നിട്ട് പൊട്ടിക്കും. അങ്ങനെ ആദ്യം കയ്യിൽ നിന്ന് പൊട്ടിക്കാം. ഫസ്റ്റ് സാധനം ഇട്ട് പൊട്ടിച്ചങ്ങ് ഇറങ്ങാൻ പോവാണ്. സിമ്പിൾ. നമ്മുടെ മെയിൻ സാധനം എടുത്തില്ലല്ലോ. എന്ത് പൊട്ടാസ ഇല്ലേ? ഇനി നിങ്ങളെ കാണിക്കാൻ അടുത്തതായി ഞങ്ങളുടെ കയ്യിലുള്ളത് മയിലാട്ട് മോസ്റ്റ് റിക്വസ്റ്റഡ് ഐറ്റം എന്നൊക്കെ. ഇതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇതിന് കടിക്ക് എന്നെ കടിക്ക് ഇതുണ്ടെന്നാണ്, ഇത് പറക്കും എന്നാണ് ഞാൻ വീഡിയോയിൽ കണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞത് ഇത് പറപ്പിക്കാനാണ് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത് പറപ്പിച്ച് ഇതിൻ്റെ പരിപാടി നോക്കി നോക്കാം അല്ലേ? ഇത് എവിടെ വെച്ചാൽ പറക്കും. ഗുഡ്. പക്ഷേ കുറച്ചുകൂടെ പൊങ്ങിപ്പോണേ കൊള്ളായിരുന്നു. തറമുണ്ട് 5 ഇത് പൊങ്ങിപ്പോയിരിക്കും. അപ്പം ഇവിടുന്ന് വെച്ചാൽ അങ്ങോട്ട് പൊക്കുള്ളൂ. ഇവിടെ എന്ന് വെച്ച് വെക്കുക. അത് കിട്ടില്ല സാധനം. ഇത് മേടിച്ചാൽ മതിയായിരുന്നു. എങ്ങോട്ടാ പോണേന്ന് പറയാൻ പറ്റില്ല. അതെന്നതാ ഇപ്പൊ കറങ്ങണേ അതില്. അത് കൊള്ളാട്ടറാ. അത് പൊട്ടും കൂടെ ചെയ്യാൻ ഇച്ചിരിയുടെ വിഷയനെ. കയ്യിൽ വെച്ച് വിടാനുള്ള ധൈര്യം ഉണ്ടോ? കയ്യിൽ വെച്ച് വിടാനുള്ള ധൈര്യം ഉണ്ടോ? ഇവിടെ കറക്കണമല്ലേ? മണം നമുക്ക് ഇവിടെ ഇട്ടും കറക്കിയേക്കാം. ഇത് പൂത്തി ആ കമ്പിത്തിരിക്ക് നീ എടുക്ക്. കമ്പിത്തിരി എടുത്തില്ല. ഗൈസ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ആ കത്തിക്കോ. നെക്സ്റ്റ് ചോട്ടാ ബീം പോപ്പർ. ഇത് ഭയങ്കര വലുതാണ്. രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് ഒരുപാട് സമയം കിട്ടുന്നതാണ് അവരവകാശപ്പെടുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മുമ്പ് പോയ പോലെ വേണമെങ്കിൽ മുമ്പ് പോകാന്നൊക്കെ. ഇന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടേ ഇരിക്കുള്ളൂ. ഞങ്ങള് എന്തോ മറന്നുപോയി. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇത്രയും വലുതാണ്. ഇത്രയും വലിയ സാധനമാണ്. വലിപ്പം കൂടുതലാണെങ്കിലും എത്ര നേരം കത്തുന്നറിയില്ല. തലവേദനയായിട്ട് കുറച്ച് ബോധക്കുറവുണ്ട്. കാണാൻ പറ്റുന്നില്ല. കണ്ണടിച്ചു പോയി.
കണ്ണടിച്ചു പോയി ഗൈസ്. അതന്നെ കൊണ്ടോ ഞാൻ എത്തിക്കാം. അതിന്റെ സൈഡിലാണ് നീ പിടിക്കുന്നത്. ആ ആ നമുക്കതിനെ പറ്റി പിന്നെ സംസാരിക്കാം. വീണ്ടും നമ്മൾ മയിലാട്ടം പത്രിക്കുക പിടിച്ച് ഇത് ഊരി വെക്കണം എന്ന് കണ്ടോ. ആ ഇവിടെ ഒരു തിരിയുണ്ട്. മയിലാട്ടം കാണിച്ചു തരാം. ഇതിന്റെ ഫ്രണ്ടിൽ ഞാൻ കയറുന്ന എങ്ങനെ ഉണ്ടാവും. ദും ദും നമ്മുടെ വീട് ബ്രോ. കളറോ? ഓ ഞങ്ങളൊന്ന് ഭയന്നു ഈ സൈഡിലോട്ട് തീർച്ചപ്പോൾ. എൻ്റെ മയിലും തീർന്നിരിക്കുന്നു. അന്ന് നമുക്ക് ഈ ഹെലികോപ്റ്റർ ഉറപ്പിക്കാം ഒന്നുകൂടെ. അതെ അതെടുത്ത് കത്തിച്ച് തുടങ്ങിക്കോ. ഞങ്ങൾ ഹെലികോപ്റ്റർ നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം. ലൈറ്റ് മാത്രം അടിക്കുമ്പോൾ ഒരു ചെറിയ തലവേദന. ഓ അത് വീടിനേക്കാൾ മുകളിലോട്ട് പോയിട്ട് നേരതായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും. എല്ലാവരും അങ്ങോട്ടിരണേ അതെത്തി ആയില്ല. ഇനിയുണ്ടോ നീ പിടിക്കുന്ന? എനിക്ക് പേടി. അത്രയും കയറ്റി പിടിക്കണ്ടാ. ഇതേലല്ല പടക്കത്തേല്. ഇനി അറ്റത്ത് വല്ലതും പിടിച്ചാൽ മതി. അങ്ങോട്ടിറങ്ങണം. നീ കൈ ചിരിക്കുന്നേ അങ്ങോട്ടിറങ്ങുള്ളൂ അറിയാവുള്ളൂ. ഏയ്സ് വീണ്ടും നിങ്ങളെ അവിടെ ചെറിയ വാണം വിട്ട് കാണിക്കും ഇവരെ. ഏയ്സ് ഇത് ചെറിയ വാണം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ചീറ്റിലായിരിക്കാം. ഇങ്ങോട്ടിറങ്ങരുത്. ഇറങ്ങിയെന്ന് അറിഞ്ഞേ. അങ്ങോട്ടിറങ്ങേ. എനിക്ക് പേടിയാ. നീ ഇങ്ങോട്ടാ എറിയുന്നേ. എടാ ഇതിന് തിരി കാണുന്നില്ല. ആ കണ്ടു ഗൈസ്. ഓ ചെറിയ വാണമാണ് ഗൈസ് നല്ലത്. വലിയ അത് പൊട്ടി. ഓ അപ്പൊ ചെറുതാ നല്ലത്. എന്നാ ചെറുതിനെ വിടാ. വലുതിനെ വിടണമെന്നില്ലോന്നൊക്കെ. അത് പൊങ്ങി പോണോണ്ട് എന്താ ഒരുമിച്ചോ അതത്രേ ഉള്ളൂ. നെക്സ്റ്റ് ചെറിയ നൂലാണ്. എവിടെ ഇതിൻ്റെ നൂലാ? പക്ഷെ എല്ലാ എണ്ണവും പൊട്ടുന്നില്ല. കംപ്ലൈന്റ് ചെയ്യണം കേട്ടോ നമുക്ക്. ഞങ്ങളുടെ വലിയ വാണം ഇത്രയും ചെറിയ വാണം അത്രയും ഉണ്ട്. ഇത് വലിയ വാണം അല്ല വേറെ. ചെറുതിനെയും വലുതിനെയും പറ്റി പറയായിരുന്നു. അമ്മേ അയ്യോ
എല്ലാ ആരോഗ്യം അങ്ങോട്ട് തിരിച്ചു വെച്ചു. എടാ എൻ്റെ മൂക്കിന്നാണ് ഈ പുക വന്നേ. അത് തണുപ്പിൻ്റെ പുകയായിരുന്നു. ഞാൻ ഓർത്ത് ഇത് ശ്വസിച്ചിട്ടാണ്. യെസ്, ദാറ്റ്സ് വാണം. അയ്യോ, ഇതിനകത്ത് ഭയങ്കര ഇതായിട്ട് തോന്നുന്നു വാണം എന്ന് പറയുന്നത്. ഓക്കെ, ജെറ്റ്. ഇനി വാ, നമുക്ക് ഇതൂടെ കത്തിക്കാം. ഇത് നെക്സ്റ്റ് കുറേ ഉണ്ട്. ഡോറ ഡോറ പടക്കം. അവിടെ ഒക്കെ ഉണ്ടല്ലോ. അവിടെ ഒക്കെ ഉണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ പകോടാൻ പറ്റുമോ? കത്തിക്ക്. ഓ നൈസ്. അതിൻ്റെ പൊരി. അപ്പോൾ ഗൈസ്, നിങ്ങളിനി കാണിക്കാത്തതായിട്ട് സാധനങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഈ ചെറുതൊക്കെ ഉണ്ട്, ഇതും പിന്നെ ഇത് വലുതൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ബാക്കി എല്ലാ സാധനങ്ങളും നിങ്ങളെ കാണിച്ചിരിക്കുന്നു. ഇതേ സാധനം നമ്മളെ പറ്റിച്ചിരിക്കുന്നു. ചീറ്റിപ്പോയി. പുള്ളി അടുത്തന്നെ തീർത്തു. ഹട്ട്. ഇതറിഞ്ഞാണ് കമ്പിത്തിരി എടുത്ത് കത്തിച്ചതാ. ടൈമിങ് കുറച്ച് കുറവാണ് കേട്ടോ. പെട്ടെന്ന് തീർന്നു പോവാ. അപ്പോൾ ചെറുതായാലും കുറവായിരിക്കും അല്ലേ? അപ്പോൾ ബൈ ഗൈസ്, ഞങ്ങൾ ഇനി ഇതൊക്കെ പൊട്ടിച്ച് തീർത്തിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ഇതിലേക്ക് സമാധാനം കിട്ടില്ല. ഈ ഓലപ്പുറം 3 ഒരു ഫ്രെയിമില്ല, 3 in 1. ഞങ്ങൾ തീർക്കാനാണ് ഇന്ന് ഉദ്ദേശം. നമ്മൾ 3 കമ്പിത്തിരി ഒരേ ടൈമിൽ, 3 കമ്പിത്തിരി അല്ല, ഇത്രയും പ്രൊവോക്കായാലും ഇത് കത്തുള്ളൂ. 3 നമ്മൾ ഒരേ ടൈമിൽ കത്തിക്കാൻ പോവാണ്. ഓ ബ്രോ, അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി ഇവിടെ പടക്കങ്ങൾ കുറേ ഇരിപ്പുണ്ട്. ഇവിടെ ഇത്ര ഉണ്ട്, ഈ സാധനങ്ങളുണ്ട്, പിന്നെന്താ ഇതിനകത്ത് കുറേ എന്തൊക്കെയൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് നമ്മുടെ മെയിൻ സാധനം വാണ ഇരിപ്പുണ്ട്. ചെറുതുണ്ട്, വലുതുണ്ട്, പിന്നെ വലുതുണ്ട്. അപ്പോൾ നിങ്ങളെ ഈ സാധനം മാത്രം കാണിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്കുണ്ട് ഗൈസ്. ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തിട്ട് അതും കാണിക്കുന്നതായിരിക്കും. അപ്പം ബൈ. ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് പുതിയ വർഷം, പുതിയ വ്ളോഗും ഇതുപോലത്തെ അമ്പസ്റ്റി അമ്മി അതാ അതിൻ്റെ സാമാനം തലയിൽ വീഴുന്നു. അപ്പം ബൈ. സബ്സ്ക്രൈബ്. ഈ സാധനത്തിൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇത് ഇവിടെ അല്ലായിരുന്നു കത്തിക്കേണ്ടത്, ഇവിടെയായിരുന്നു. ഞാൻ ഈ പെങ്കൊച്ചിൻ്റെ കയ്യിൽ ഇരിക്കണ കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അത് കണ്ടതിനായിട്ട് നമ്മുടെ ഈ ലൈറ്റ് തീർന്നുകൊണ്ട് ഒരുത്തന അത് അടുക്കളയിൽ നിന്ന് തീ കത്തിച്ച് വരുന്നുണ്ട്. പെട്ടെന്ന് വണ്ടി എടാ, ഒരെണ്ണം തീർന്നിട്ട് കത്തിച്ചാൽ മതിയായിരുന്നു. എടാ കണക്ട് എടാ. Happy New Year, guys.